വികാരാദികളെ അറിയുന്നു. അതുകൊണ്ട് ആത്മാ നിർവികാരിയാണ്. അപ്പം ഇന്നലെ നമ്മളതിൻ്റെ പ്രായോഗിക തലം മനസ്സിലാക്കി. എപ്പോഴൊക്കെ ഏതെങ്കിലും വികാര വിക്ഷുബ്ധി ഉണ്ടാവുന്നുണ്ടോ, അപ്പോഴെന്ത് ചെയ്താൽ മതി? ഞാൻ ഈ വികാരങ്ങളുടെ വേത്താവാണ്, അറിയുന്ന ആളാണ് എന്ന് ഒരു നിമിഷം ആലോചിക്കാമെങ്കിൽ നമുക്ക് പിൻവാങ്ങി നിൽക്കാൻ കഴിയും. ഞാൻ നിർവികാരിയാവുന്നു എന്നർത്ഥം. വികാരാഞ്ജാനാതി അതഃ നിർവികാരോ ഭവിതുമർഹതി. അന്യഥാ വികാരസാക്ഷിണഃ അപി വികാരിത്വേ തേഷാം വികാരി വസ്തുനാം യേ വികാരാഃ തേഷാം അനുസന്ധാനം സർവഥാ സർവപ്രകാരേണ അപി ന അവകൽപ്പേത. പറയണു, ലോ ഓഫ് മെമ്മറി, അനുസന്ധാതൃത്വം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ ആത്മാവും വികാരയുക്തമായി കഴിഞ്ഞാൽ വികാരങ്ങളെ അറിയാനും പറയാനും ആത്മാവിന് സാധിക്കില്ല. ആത്മാവിങ്ങനെ വികാരപ്പെട്ടു പോയി ഈ പറഞ്ഞ ഇപ്പോൾ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തുറന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവ് വികാരപ്പെട്ടു പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യപ്പെട്ടു പോകുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നും, 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നും, ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് എന്നൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നില്ലേ? ഈ അനുസന്ധാതൃത്വം അല്ലെങ്കിൽ ഓർമ്മിക്കൽ, റീകളക്റ്റിംഗ് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അന്നും എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ലോ ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മയുടെ നിയമം വെച്ച് ഇവിടെ സ്ഥാപിക്കുന്നു, ആത്മാവ് യാതൊരു വികാരത്തിനും വിധേയമാകുന്നില്ല. പിന്നെയോ സകല വികാരങ്ങൾക്കും അതീതമായി പ്രതിഭാസിക്കുന്ന നിർവികാര സ്വരൂപിയാണ് ആത്മാ. ഓക്കെ. തേന തേന ഹി രൂപേണ, അതല്ലേ എടുത്ത്, ജായത്തെ ലീയത്തെ മുഹുഃ വികാരി വസ്തുനസ്തേഷാം അനുസന്ധാതൃതാ കുതഃ തേന തേന ഹി രൂപേണ ജായത്തെ ലീയത്തെ മുഹുഃ വികാരി വസ്തുനസ്തേഷാം അനുസന്ധാതൃതാ കുതഃ. തത്തദ്വികാരൂപേണ തേന തേന ഹി വികാര, തേന തേന ഹി രൂപേണ മീൻസ് തത്തദ്വികാര രൂപേണ, അതാത് വികാരങ്ങൾക്കനുസരിച്ച് തഥാ തഥാ നശ്യതഃ, അപ്പോൾ അപ്പോൾ നശിക്കുന്നതാണെങ്കിൽ. ഓരോ വികാരം വരുമ്പോഴും മുൻപിലെടുത്ത വികാരം കഴിഞ്ഞല്ലോ, ഒരു പുതിയ വികാരം വന്നു എന്ന് പറഞ്ഞാൽ പഴയതേ അല്ല. ഇതാണ് ജനിമൃതികളെക്കുറിച്ചുള്ള സങ്കല്പം. നമ്മൾ ഒന്ന് മാറി പറഞ്ഞാൽ മരിച്ചു. ഇപ്പം ശരീരം ഒരു 7 വർഷം മുമ്പുള്ള ശരീരമല്ല ഇപ്പോൾ ഉള്ള ശരീരം. എല്ലാ കോശങ്ങളും മാറിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം തേന തേന ഹി രൂപേണ തത്തത് വികാര രൂപേണ തഥാ തഥാ നശ്യതഃ വികാരി വസ്തുനഃ, അതാത് വികാരങ്ങൾക്കനുസരിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് വിധേയമായ ഒരു പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം കഥം കാലാന്തരീയം വികാരാനുസന്ധാനം ഘടത്തെ. കാലാന്തരീയം, പിന്നീട് ഒരവസരത്തിൽ വികാര അനുസന്ധാനം കഥം ഘടത്തെ, മുൻപത്തെ സംഭവിച്ച വികാരങ്ങളെ എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? ആ വസ്തു ഫ്രഷാണ്, അതിന് നേരത്തെ ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പം ഏതോ ഒരു ഘടകം
മാറാതെ തുടർന്നു വന്നിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ആലോചിക്കുമല്ലോ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാലോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ശരീരമല്ല ഇപ്പോഴും, അല്ലേ? അന്നത്തെ മനസ്സിൻ്റെ അവസ്ഥയല്ല ഇപ്പോഴും, അന്നത്തെ അറിവിൻ്റെ അവസ്ഥയല്ല, ബുദ്ധിയല്ല ഇപ്പോഴും. ഇന്ദ്രിയങ്ങളൊക്കെ മാറിയിരുന്നു, എല്ലാം മാറിയിരുന്നു. പക്ഷേ നമുക്കറിയാൻ പറ്റുന്നുണ്ട് എന്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടെന്നുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന ഏതോ ഒരു ഘടകം ഇപ്പോഴും നമ്മെ അനുഗമിക്കുന്നുണ്ട് എന്ന് പറയാം. അതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആചാര്യർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചൂടെ? വികാരങ്ങളൊക്കെ വരാനും പോകാനും അനുവദിക്കൂ എന്ന് പറയുക. ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ. യു ആർ ദി വിറ്റ്നസ് ഓഫ് ഓൾ മോഡിഫിക്കേഷൻസ് വാട്ട് എവർ ഹാപ്പൻസ്. ഓക്കെ. ഈ ഒരു തിരിച്ചറിവിൽ ജാഗ്രതയായിട്ടിരിക്കുക. എന്തൊരു സുഖമായിരിക്കും. വികാരാനുസന്ധാനം ന ഘടതേ ന കഥഞ്ചിത് ഇത്യർത്ഥ. ഒരിക്കലും അത് സാധ്യമാവില്ല. ഇത് ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ക്ഷണികവാദികൾക്കുള്ള മറുപടിയാണ് വീണ്ടും. ക്ഷണികവാദികൾ എന്താ പറയണത്? ആത്മാ ഓരോ നിമിഷവും അങ്ങോട്ട് ഉണ്ടാവണു, ഇല്ലാണ്ടാവണു, ഉണ്ടാവണു, ഇല്ലാണ്ടാവണു, ഉണ്ടാവണു, ഇല്ലാണ്ടാവണു. അങ്ങനെയാണെങ്കിലോ ആദാവന്തോ എന്നാസ്തി വർത്തമാനേവി തത്തഥ. തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒന്നും ഇല്ലാത്തത് പിന്നെ വർത്തമാനത്തിലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകണു എന്ന് പറഞ്ഞാൽ അതില്ലാത്തത് തന്നെയാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പക്ഷേ ആസ് ഫാർ ആസ് ദിസ് ആത്മാ ഈസ് കൺസേൺഡ്, ദാറ്റ്സ് റോങ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമല്ല എന്ന് പറയാം. കാരണം എന്താണ്? ആത്മാ സനാതന സത്യമാണ്. ഓക്കെ. അനുസന്ധാതൃത എന്ന് പറഞ്ഞാൽ നോവർഷിപ്പ്. ഇപ്പം നോവർഷിപ്പ് സാധിക്കുന്നുണ്ട്, അറിയാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? സകലമാന പരിണാമങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മതത്വം ഒരു പരിണാമത്തിനും വിധേയമല്ല എന്നു മനസ്സിലാക്കിയിട്ട് അപരിണാമിയായ ആത്മതത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അനുഭവങ്ങളിൽ കുരുങ്ങിക്കിടക്കാതെ വിടർത്തിക്കൊണ്ടുപോയി ഉറപ്പിക്കാൻ ഉത്സാഹിക്കുന്നതാണ് ധ്യാനം, തത്വചിന്ത, അന്വേഷണം, പുരോഗതി ഒക്കെ. വ്യക്തമായോ? ആയോ? അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശരി. ന ച സ്വജന്മനാശം വാ ദ്രഷ്ടുമർഹതി കശ്ചന തൗ ഹി പ്രാഗുത്തരാഭാവ ചരമപ്രഥമക്ഷണോ. ന ച സ്വജന്മനാശം വാ ദ്രഷ്ടുമർഹതി കശ്ചന തൗ ഹി പ്രാഗുത്തരാഭാവ ചരമപ്രഥമക്ഷണോ. കശ്ചന കശ്ചിത് നിപുണഃ അപി. എത്ര വലിയ നിപുണനായാലും കൊള്ളാം, സ്വജന്മനാശം വാ, സ്വന്തം ജന്മത്തെയും നാശത്തെയും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം ജന്മത്തെ അറിയണമെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഉണ്ടായിരിക്കണം, അല്ലേ? എന്നാലേ നിങ്ങൾക്ക് ജന്മത്തെ അറിയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പം സ്വജന്മ നാശം വ, നാശം അറിയണമെങ്കിൽ എന്ത് വേണം? നശിച്ചു കഴിഞ്ഞാലും നിങ്ങളുണ്ടായിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഓരോരോ സമയത്തും ഉണ്ടായി ഇല്ലാണ്ടായി, ഉണ്ടായി ഇല്ലാണ്ടായി പോകുന്നതാണ് ആത്മാവെങ്കിൽ ആത്മാവിന് അതിന് ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയും അറിയാൻ പറ്റില്ല. അപ്പം പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെ അറിയുന്നുവെങ്കിൽ ഇത് പരിണാമിയല്ലാതെ ജനിമൃതികളില്ലാതെ വർത്തിക്കുന്ന ഒന്നായിരിക്കണം എന്ന് അർത്ഥം. വ്യക്തമായോ? ഇനി ഇപ്പം കശ്ചന കശ്ചിൻ നിപുണഹാപി സ്വ ഉത്പത്തിം ധ്വംസം നാശം വാ ദ്രഷ്ടും ജ്ഞാതും ന അർഹതി ശക്നോതി. എത്ര വലിയ നിപുണനായാലും സ്വന്തം ജന്മത്തെയും നാശത്തെയും അറിയാൻ പറ്റില്ല.
അതുകൊണ്ട് ആത്മാ നശിക്കുന്നു ജനിക്കുന്നു ഇല്ല എന്നിട്ടോ പറഞ്ഞു വരുന്നത്. തത്ര ഹേതും ആഹ, അതിനുള്ള ഹേതു പറയുകയാണ്. എന്താ ഹേതു? തത്ര ഹേതും ആഹ തൗ ജന്മനാശവും. ഈ ജന്മനാശം എന്ന് പറയുന്നത് എന്താണ്? പ്രാഗഭാവ ചരമ പ്രഥമക്ഷണം ഉത്പത്തി വസ്തുനഃ. ഇത് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കേട്ടില്ലേ? എന്താണ് ജന്മത്തിന് നിർവചനം പറഞ്ഞിരിക്കുന്നത്? പ്രാഗ് ഉത്തരാഭാവ ചരമ പ്രഥമ ക്ഷണം, സോറി, പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണമാണ് ജന്മം. എന്താണ് ജന്മം? പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണം. വല്ല കാര്യമുണ്ടോ ഇങ്ങനെ പറയാൻ? ഇല്ലെങ്കിൽ നിങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ. മനസ്സിലായില്ലേ? കണ്ണി കണ്ടതൊക്കെ ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നതിന് പകരം ഇങ്ങനെ ചിലത് ആലോചിക്കൂ, അത്രയേ ഉള്ളൂ. മനസ്സിലായി? പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണം. പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ കുടത്തിൻ്റെ ഉദാഹരണം വെച്ചാണ് പരമ്പരാഗതമായി പറഞ്ഞു വരുന്നത്. എന്നാൽ പിന്നെ അത് തന്നെ അങ്ങോട്ട് തുറന്നാൽ മതിയല്ലോ, അല്ലേ? അപ്പോൾ ഒരു പോട്ട് മേക്കർ, കുടം ഉണ്ടാക്കുന്ന ആൾ കോശവൻ. ശരിക്കും അത് ജാതി പേരൊന്നല്ല, അല്ലേ? നമ്മൾ പൊതുവെ എങ്ങനെയാണ് കുടം ഉണ്ടാക്കുന്ന ആളെ കോശവൻ എന്ന് വിളിക്കും, അല്ലേ? അത് ആരുണ്ടാക്കിയാലും കൊള്ളാം. കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിലൊരു ടോക്കിന് പോയപ്പോൾ നമ്മളൊരു കഥ പോലെ എഴുതി അങ്ങനെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഒരു മുക്കുവൻ എന്നെഴുതി. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു, സ്വാമി ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മീൻ പിടുത്തക്കാരൻ എന്ന് തിരുത്തണം. അയ്യോ, ഇത് മുക്കുവൻ കുറേ സ്ഥലത്ത് ആവർത്തിക്കണ്ടേ, അവിടെയൊക്കെ മീൻ പിടുത്തക്കാരൻ മീൻ പിടുത്തക്കാരൻ മീൻ പിടുത്തക്കാരൻ പറയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അത് വെട്ടിക്കുറച്ചു, അയാൾ ഇയാൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം എൻ്റെ മുക്കുവൻ എന്ന് പറഞ്ഞാൽ അത് ജാതി പേരായി പോകും, പിന്നെ വലിയ പ്രശ്നമാവും, അല്ലേ? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഇല്ല, അല്ലേ? പക്ഷെ വന്നു പോകുന്നു എന്ന് പറയാം. ആട്ടെ, അപ്പോൾ കുടം ഉണ്ടാക്കുന്ന കൊശവൻ ഇന്ന് കാലത്തൊരു കുടം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. എത്ര മണിക്ക്? 7:10. തീയതി 7:10. 7-ാം തീയതി. 7-ാം തീയതി ഡിസംബർ മാസം 7:10 ഒരു കുടം ഉണ്ടാക്കി. അപ്പം ഈ കുടം ഇന്നലെ ഇല്ലായിരുന്നു, മിനിഞ്ഞാന്ന് ഇല്ലായിരുന്നു, അതിന് മുമ്പത്തെ ദിവസം ഇല്ലായിരുന്നു. ഇത് ആർക്കാ സ്വാമി അറിയാത്തത്? ശരിക്കും അറിയണം, ഗൗരവത്തിൽ അറിയണം. എന്ത്? ഇത് അതിനു മുമ്പ് ഒരിക്കലും ഇല്ലായിരുന്നു. കുടം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ദിസ് പെർട്ടിക്കുലർ കുടം, അല്ലേ, 7-ാം തീയതി കാലത്ത് 7:10 കുടം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഓക്കെ? അപ്പോൾ ഈ കുടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലത്ത് 7:10 വരെ നിലനിന്നത് അഭാവമായിരുന്നു, ഇല്ലായ്മ ഓഫ് ദാറ്റ് കുടം. ഓക്കെ? ഈ കുടത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ആ ഇല്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് പ്രാഗ് അഭാവം. ദൈവമേ, മനസ്സിലായില്ലേ? പ്രാഗ് അഭാവം. ആ പ്രാഗഭാവം മരിച്ചു, അതാണ് ചരമം, അല്ലേ? അഭാവം കുറച്ച് വലിയ സംഭവമായതുകൊണ്ട് അത് മരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചരമം. പ്രാഗഭാവത്തിൻ്റെ ചരമത്തിൻ്റെ ആദ്യ ക്ഷണം, ദി ഫസ്റ്റ് സെക്കൻഡ്, അല്ലേ? അതാണെന്ത്? ജന്മം. പ്രാഗഭാവം മരിച്ചു പറഞ്ഞാൽ കുടം ജനിച്ചു എന്നല്ലേ അർത്ഥം. പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണം, മനസ്സിലായില്ലേ? കുറച്ച് നേരത്തേക്ക് പിന്നെ ഒരൊറ്റ ചിന്തയും കടന്നു വരില്ല. അതിനാണ് ആചാര്യന്മാരെ അങ്ങനത്തെ വാക്കുകൾ തരുന്നതെന്ന് പറയുക. പ്രാഗഭാവ
ചരമ പ്രഥമ ക്ഷണം. ഓക്കെ. ഇനി മരണം എന്താണ്? ഈ കുടം തട്ടിപ്പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. പറയുമ്പോൾ തന്നെ എന്തൊരു സുഖം അല്ലേ? എല്ലാം തല്ലിപ്പൊളിക്കാൻ നമുക്കൊരു കൗതുകമുണ്ട് എന്ന് പറയുക. എന്താ കാരണം? നമുക്ക് ഈ പരിമിതികൾ സമ്മതിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ടല്ലോ, അത് എല്ലാം തല്ലിപ്പൊളി. അതിനാണ് ഈ പടക്കമൊക്കെ പൊട്ടിക്കൽ ഏർപ്പാട് വെച്ചത്. മനസ്സിലായില്ലേ? ഒക്കെ ഇങ്ങനെ ടേ 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 എന്ന് പൊട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലെ തോന്നുന്നല്ല. നമുക്കൊക്കെ പൊട്ടിക്കാൻ കൗതുകമുണ്ട്. പക്ഷെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രശ്നമാക്കുകയും ചെയ്യും. ശരിയല്ലേ ഈ പറഞ്ഞത്? അല്ലേ? ആ, അതിന് കാരണം എന്താണ്? നമുക്ക് പരിമിതികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ തല്ലിപ്പൊളിച്ചുകൊണ്ടൊന്നും തീരില്ല എന്നുള്ളതാണ് കുഴപ്പം. അതുകൊണ്ട് അറിവുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണെന്ന് ബോധിക്കണം, സ്വതന്ത്രരാവണം. റൈറ്റ്. അപ്പോൾ കുടം തല്ലിപ്പൊട്ടിച്ചതോടുകൂടി ആ കുടത്തിന് അഭാവം തുടങ്ങി. ഇനി ജന്മത്തിൽ അയറ്റാലത്തെ കുടം ഉണ്ടാക്കാൻ പറ്റില്ല. കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ അല്ലേ, ജന്മത്തിൽ അങ്ങനെ ഒരു കുടം ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ ആ കുടത്തിന് എന്തുണ്ടായി? അഭാവം ഉണ്ടായി. ആ അഭാവത്തിൻ്റെ സ്ഥിതി എന്താണ്? പ്രധ്വംസ അഭാവം. അതായത് ധ്വംസനത്തിന് ശേഷം തുടരുന്ന അഭാവം. എത്ര കാലം ഉണ്ടാവും? അനന്തമായി തുടരും അല്ലേ? കുടത്തിൻ്റെ അഭാവം അനന്തമായിട്ട് തുടരും. അതാണ് അതിൻ്റെ മരണം. ഇപ്പോൾ ജനനത്തിനും മരണത്തിനും പുതിയ വാക്കുകൾ കിട്ടിയില്ലേ? എന്താണ് ജനനം? പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണം. എന്താണ് മരണം? പ്രധ്വംസാഭാവ ജന്മക്ഷണം. പ്രധ്വംസാഭാവ പ്രഥമക്ഷണം. പ്രധ്വംസാഭാവത്തിൻ്റെ ആദ്യ ക്ഷണമാണെന്ത്? ജന്മം. മരണം. പ്രധ്വംസാഭാവത്തിൻ്റെ ആദ്യ ക്ഷണമാണ് നാശം. പ്രാഗഭാവത്തിൻ്റെ ചരമത്തിൻ്റെ ആദ്യ ക്ഷണമാണ് ജന്മം. ഓക്കെ, പുറക്കൊക്കെ പോയില്ലേ? അതാണ് ഇതിൻ്റെ ഒരു പവറേ. പ്രാഗഭാവ ചരമ പ്രഥമ ക്ഷണം, പ്രധ്വംസാഭാവ പ്രഥമ ക്ഷണം. ഇതാണ് ഒരു വസ്തുവിൻ്റെ ജന്മവും നാശവും. ഓക്കെ. ഇനി വേറൊരു ഡാറ്റയും കൂടി ഓർമ്മ വെച്ചോളൂ. വേറെ ചില സ്ഥലത്തൊക്കെ ഉപകാരം ഉണ്ടാവും. എന്താ അത്? പ്രാഗഭാവം അനാദിയാണ്, ബട്ട് ശാന്തമാണ്. അനാദി പറഞ്ഞാൽ തുടക്കമില്ലാത്തതാണ് പ്രാഗഭാവം. ശരിയല്ലേ? പക്ഷെ അത് അവസാനിക്കുന്നു. പ്രധ്വംസാഭാവം സാദിയാണ്, പക്ഷേ അനന്തമാണ്. സാദി എന്ന് പറഞ്ഞാൽ തുടക്കമുള്ളതാണ്, പക്ഷേ ഒടുക്കമില്ലാത്തതാണ് അല്ലേ? പ്രധ്വംസാഭാവത്തിന് ഒരിക്കലും ഒടുക്കമില്ല. ഇതേപോലെ അജ്ഞാനം അനാദിയാണ്, പക്ഷേ ശാന്തമാണ്. അറിവ് വരുന്നതോടുകൂടി അജ്ഞാനം നീങ്ങും. ജ്ഞാനമാകട്ടെ സാദിയാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് അനന്തമായിരിക്കും. ദിസ് ഇസ് ക്ലിയർ? ഇത് ഈ കോണ്ടെക്സ്റ്റിൽ പ്രസക്തമല്ല, പക്ഷേ സ്വാമി നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അജ്ഞാനം അനാദിയാണ്, ബട്ട് ശാന്തമാണ്. ജ്ഞാനം സാദിയാണെന്ന് പറയുന്നതിൽ ഔചിത്യക്കുറവുണ്ട്, എങ്കിലും സൗകര്യത്തിന് വേണ്ടി പറയാം, സാദിയാണ്, പക്ഷേ അത് അനന്തമാണ്. ഓക്കെ. അപ്പോൾ തൗ ജന്മനാശവും പ്രാഗഭാവ ചരമക്ഷണം ഉത്പത്തിർ വസ്തുനഃ പ്രധ്വംസാഭാവ പ്രഥമക്ഷണം നാശഃ ഇത്യർത്ഥഃ. ഇത് രണ്ടും അറിയുന്നില്ല. ആര്? ജനിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. പഞ്ഞാച്ച സ്വജന്മനാശം വാ ദ്രഷ്ടുമർഹതി കശ്ചന. എന്താണ് സ്വജന്മം, എന്താണ് നാശം എന്നാണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും അതിൽ ആലോചിക്കാനില്ല. അപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് വേറൊരു ഭാഷയിൽ പുതിയ വാക്കുകൾ തന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. ഇനിയൊരു നല്ല ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. കേട്ടില്ലേ? ഇവിടെ പറയണു, നാനു മൂപ്പര് പോയിട്ടില്ല. നാനു പൂർവോക്തം സർവം വൃഥ. പൂർവോക്തം നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്, അതായത് ഇതുവരെ പറഞ്ഞില്ലേ, എവിടെ തുടങ്ങിയിട്ട് അഹമസ്മി സദാഭാമി ഇങ്ങനെ നിങ്ങൾ തുടങ്ങണ്ടായില്ലേ? തുടങ്ങണ്ടായി. ആ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ. വൃഥ
വേസ്റ്റ്. സ്വാമി, ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊരു ഗുരുത്തക്കേട് പറയില്ല. അതാണ് കുഴപ്പമേ. കാരണം ഗുരുത്തക്കേട് പറയാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. പറയണു നനു പൂർവോക്തം സർവം വൃഥ. ആത്മനഃ ഉക്ത സ്വരൂപ ബ്രഹ്മത്വജ്ഞാനേ പ്രയോജന അഭാവാത്. ആത്മാവിൻ്റെ സ്വരൂപമൊക്കെ നിങ്ങൾ വിസ്തരിച്ച് വർണ്ണിക്കണ്ടായില്ലോ, ഒരു ഗുണമില്ലാന്ന്. ആത്മനഃ ഉക്ത സ്വരൂപ ബ്രഹ്മത്വജ്ഞാനേ പ്രയോജന അഭാവാത് നച്ച സംസാര നിവൃത്തി ആത്മനഃ ബ്രഹ്മത്വജ്ഞാനേ പ്രയോജനമിതി വാച്യം. ആത്മാവിനെ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംസാര നിവൃത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. പൂജ്യ ഗുരുജി തേജോമയൻജി അദ്വൈത മകരന്തത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വാമിജി അത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്കൊന്ന് അത് തന്നെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ച് തരുന്നതായിരിക്കും നല്ലതെന്ന്. നല്ല ക്ലാരിറ്റി കിട്ടും. ആൻ ഓപ്പണൻ്റ്, ഒരു പ്രതിപക്ഷ, അപ്പോൾ ശാസ്ത്രഭാഷയിൽ പറയുക സിദ്ധാന്തപക്ഷമെന്നും പ്രതിപക്ഷമെന്നുമാണ്. അപ്പോൾ ശാസ്ത്രം സ്ഥാപിക്കാൻ ഉത്സാഹിക്കുന്നവർ സിദ്ധാന്ത പക്ഷികളാണ്. മറുവശത്ത് ചോദ്യം ചോദിക്കുന്നവരാരാ? പ്രതിപക്ഷം. പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താ ചോദ്യം? The knowledge of the identity of Brahman and Atman, I, which was discussed so far, even it is possible to gain, will serve no purpose at all. ഇപ്പം നമ്മൾ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഇതുവരെ ഡിസ്കസ് ചെയ്തല്ലോ, അതിൻ്റെ റിയലൈസേഷൻ, തിരിച്ചറിവിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ചല്ലോ. പക്ഷേ അത് സാധിക്കുമെങ്കിൽ പോലും കാര്യമൊന്നുമില്ല. അപ്പോൾ വേദാന്തി അല്ലെങ്കിൽ സിദ്ധാന്തപക്ഷക്കാരൻ മറുപടി പറയുന്നു, എന്താ അത്? ഇറ്റ് ഡസ് സെർവ് ദി പർപ്പസ് ഓഫ് എലിമിനേറ്റിംഗ് ദിസ് പെർസീവ്ഡ് വേൾഡ് ഓഫ് ചേഞ്ച് സംസാര വിച്ച് ഇസ് ഫുൾ ഓഫ് സോറോ. അങ്ങേയറ്റം ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ സംസാരത്തെ ദൂരീകരിക്കാൻ പറഞ്ഞ ബ്രഹ്മജ്ഞാനം ഉപകരിക്കുമല്ലോ സാറേ. പക്ഷേ പ്രതിപക്ഷം വിടുന്നില്ല. എന്താ പ്രതിപക്ഷത്തിൻ്റെ വാദം? നോ എന്ന് പറഞ്ഞ ദിസ് സംസാര കനോട്ട് ബി എലിമിനേറ്റഡ്. ഈ സംസാരം ഇല്ലാതാക്കാൻ പറ്റില്ല. ബിക്കോസ് അതെങ്ങനെ അങ്ങനെ പറയാം? കാരണം ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദി കണ്ടീഷനിങ് ഓഫ് ബോഡി, മൈൻഡ്, ഈഗോ എക്സെട്ര. ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നെ ഉദ്ധരിച്ചിട്ട് പറയട്ടെ, ശരീരാദികളുടെ താതാത്മ്യം കൊണ്ട്, ശരീരാദികൾ ഏർപ്പെടുത്തിയ പരിമിതി കൊണ്ടാണല്ലോ സംസാരം ഉണ്ടാവുന്നത്, ശരിയല്ലേ? കണ്ടീഷനിങ് കൊണ്ടാണ്, ഉപാധി കൊണ്ടാണ് ഉണ്ടായത്. ഓക്കെ, വിച്ച് ആർ ദി എഫക്ട്സ് ഓഫ് ഇഗ്നോറൻസ്. ഇതൊക്കെ അജ്ഞാനം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതും എഗ്രീഡ്, സമ്മതിച്ചു. അപ്പം അജ്ഞാനം കൊണ്ട് ശരീരാദികളുണ്ടായി, അവ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദുഃഖം ഉണ്ട്. ഇതല്ലേ ഇപ്പോൾ പറഞ്ഞു വന്നത്? യെസ്. ആൻഡ് ദിസ് ഇഗ്നോറൻസ് cannot be dispelled by knowledge. ഈ അജ്ഞാനം ഉണ്ടല്ലോ, അത് അറിവ് കൊണ്ട് കളയാൻ പറ്റില്ല. എന്താ ഇങ്ങനെ ഒരു തർക്കോത്തരം പറയണത് എന്ന് ചോദിക്കുക. കാരണം എന്താണെന്നറിയാമോ? നോളജ് ക്യാൻ ഡിസ്പെൽ എ തിങ് ദാറ്റ് ഈസ് ഇമാജിൻഡ് ആൻഡ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് റിയൽ. ഇത് നിങ്ങൾ അംഗീകരിക്കുമല്ലോ. നിങ്ങൾ വലിയ യുക്തിയുടെ ഭാഷയൊക്കെ പറയുന്നില്ലേ? ഞാനും യുക്തിയുടെ ഭാഷ പറയാം. അറിവ് എപ്പോഴും ഇല്ലാതാക്കുന്നത് ഇല്ലാത്ത ഒന്നിനെ ആയിരിക്കും, ശരിയല്ലേ? ഉള്ള ഒന്നിനെ ഇല്ലാതാക്കാൻ അറിവിന് സാധിക്കില്ല. ഓക്കെ, അപ്പം നോളജ് ക്യാൻ ഡിസ്പെൽ എ തിങ് ദാറ്റ് ഈസ് ഇമാജിൻഡ് ആൻഡ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് റിയൽ. അപ്പോൾ ഭാവനയിലുള്ള ഒന്നിനെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും. ഭാവന തെറ്റാണെന്ന് അറിയുന്നതോടുകൂടി അത് ഇല്ലാണ്ടാവും, അല്ലേ?
ഇമാജിനേഷൻ കൊണ്ടുണ്ടായതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ ഉള്ളതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, knowledge can dispel the snake knowledge that is imagined by someone on the rope but not the rope. ഇനി നിങ്ങളുടെ തന്നെ ഉദാഹരണം എടുത്തിട്ട് ഞാൻ പറയാം. അറിവിന് തീർച്ചയായിട്ടും ഒരു പാമ്പിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും കാരണം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പം എന്താ സംഭവിച്ചത്? മന്ദാന്ധകാരത്തിൽ നടന്നു പോകുമ്പോൾ ഒരാൾ പാമ്പ് എന്ന് പറഞ്ഞ് ഒരു പാമ്പിനെ കണ്ട് ഞെട്ടി. കാണാതെ ഞെട്ടി. അതെന്തായിരുന്നു? ആള് ഇമാജിൻ ചെയ്തതായിരുന്നു. അല്ലെങ്കിലും പിന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, പാമ്പ് കടിക്കാനുള്ള സാധ്യതയുണ്ട്, വളരെ സൂക്ഷിക്കണം. അപ്പം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കയറ് കഷ്ണം മൂപ്പര് എന്നെ കൊണ്ടിട്ടതായിരിക്കും കേട്ടോ കണ്ടത്. അപ്പം പാമ്പ് അല്ലേ, അതിനെന്ത് ചെയ്യാം? അത് നിങ്ങൾ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതായതുകൊണ്ട് ഇത് പാമ്പല്ല കയറാണ് കേട്ടോ എന്ന് തിരിച്ചറിയുന്നതോടുകൂടി പാമ്പ് പോയി. ഓക്കെ, ഈ എക്സാമ്പിൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താ സാർ? ഞങ്ങളുടെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ, കയറൊരിക്കലും നിങ്ങൾക്ക് അറിവുകൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. The ignorance that has caused the conditioning is not an imagination because we cannot point out anyone who has imagined it. ഞങ്ങളുടെ പ്രോബ്ലം എന്താ അറിയോ? നിങ്ങൾ ഈ പാമ്പിനെയും കയറിനെയും ഇടയ്ക്കിടയ്ക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ. അവിടെ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? അവിടെ 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരാൾ കാണുന്ന ആളുണ്ട്. എന്തിനെ? കയറിനെ ആയാലും പാമ്പിനെ ആയാലും. ഓക്കെ, പിന്നെ കയറുണ്ട്. പിന്നെയോ ആള് അതിൽ കണ്ടുപോയ പാമ്പുണ്ട്. അവിടെ പാമ്പ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം കയറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇമാജിൻ ചെയ്യാൻ ഒരാളുണ്ട്. ദിസ് ഈസ് ഓക്കെ. Who has imagined the ignorance? The ignorance that has caused the conditioning is not an imagination because we cannot point out anyone who has imagined it. Right? ഈ ഇഗ്നറൻസ് ഒരു ഇമാജിനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, അത് റിയൽ ആണെന്ന് പറയണം. കാരണം എന്താണ്? ഇമാജിൻ ചെയ്ത ഒരാളെ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഇല്ലേ? ഇമാജിൻ ചെയ്ത ഒരാളെ നിങ്ങൾക്ക് ഈ കേസിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. Who has imagined the ignorance? അപ്പം ആരാണ് ഈ അറിവില്ലായ്മയെ ഇമാജിൻ ചെയ്തത്? പറയൂ. ഇറ്റ് കനോട്ട് ബി ദി ഈഗോ. നിങ്ങൾ പറയും ഈഗോ ആണ്, അഹങ്കാരമാണ് ഇമാജിൻ ചെയ്തതെന്ന് പറയും. പക്ഷെ അത് പറ്റില്ല. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റ്സെൽഫ് എ പ്രോഡക്റ്റ് ഓഫ് ഇഗ്നറൻസ്. അഹങ്കാരം തന്നെ അറിവില്ലായ്മയുടെ പ്രോഡക്റ്റാണ്, സന്തതിയാണ്. ശരിയല്ലേ? ഉത്പന്നമാണ്. അപ്പം ആരാ ഇമാജിൻ ചെയ്തത്? അഹങ്കാരമാണ് ഇമാജിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെ ഇഗ്നറൻസിൻ്റെ പ്രോഡക്റ്റ് അല്ലേ? അപ്പം ബിഫോർ ദാറ്റ് വേണ്ടേ? മനസ്സിലാവുണ്ടോ? നോർ ക്യാൻ ഇറ്റ് ബി ദി ഇമ്മ്യൂട്ടബിൾ ആത്മൻ. എന്നാൽ പിന്നെ ആത്മാവ് ഇമാജിൻ ചെയ്തു എന്ന് പറയാം, അതും പറ്റില്ല. തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയെ ജന്മത്തിൽ നടക്കില്ല അല്ലേ? തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ പറ്റില്ല. അതേപോലെ ആത്മാവിൽ ഒരിക്കലും അറിവില്ലായ്മ ഉണ്ടാവില്ല. സിൻസ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇമാജിനേഷൻ, ഇറ്റ് മസ്റ്റ് ബി റിയൽ. നൗ മൈ ആർഗ്യുമെൻ്റ് ഈസ് സിമ്പിൾ.
ഇതൊരു ഇമാജിനേഷൻ അല്ല, ഇതൊരു തോന്നലല്ല എങ്കിൽ അത് വാസ്തവമായിരിക്കണം. ഹൗ ക്യാൻ നോളജ് ഡിസ്പെൽ എ റിയൽ ഇഗ്നോറൻസ്? അപ്പോൾ പിന്നെ വസ്തുതയിലുള്ള ഒരു അജ്ഞാനത്തെ എങ്ങനെ അറിവിന് ഇല്ലാതാക്കാൻ പറ്റും? ചോദ്യം മനസ്സിലായില്ലേ? If ignorance is not dispelled, how can samsara be eliminated? അപ്പോൾ ഇഗ്നറൻസ് റിയൽ ആണെങ്കിൽ, വാസ്തവത്തിലുള്ളതാണെങ്കിൽ, അജ്ഞാനം വാസ്തവത്തിലുള്ളതാണെങ്കിൽ അത് അറിവ് കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അറിവ് കൊണ്ട് അജ്ഞാനം ഇല്ലാണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സംസാരത്തിൽ നിന്നുള്ള മോചനം സാധ്യവും അല്ല. മനസ്സിലായോ? വിശ്വസിക്കപ്പോൾ അതൊക്കെ സ്വാമി ഇതാ ബെറ്റർ എന്ന്. ഏത്? ഈ സംസാരത്തിൽ നിന്ന് ഈ ജന്മത്തിൽ കഴിച്ചലാവൂല എന്ന് കോഴിക്കോട് അവർ പറയണ പോലെ അല്ലേ? രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതാണ് സുഖം അല്ലേ? ഇങ്ങനത്തെ ചോദ്യം വരട്ടെ സ്വാമി, ഒരു 2-3 എണ്ണം. All these arguments are valid if there is such a thing called ignorance. ദയവേത് മനസ്സിലാക്കൂ. ഈ വാദം എപ്പോഴാണ് പ്രസക്തമാവുന്നത്? ഇപ്പറഞ്ഞതുപോലെ ഒരു അറിവില്ലായ്മ വാസ്തവത്തിൽ ഉണ്ടെങ്കിലേ പ്രസക്തമാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ വാസ്തവത്തിലുണ്ടോ? All these arguments are valid if there is such a thing called ignorance. You are assuming that there is ignorance which is real. You are assuming, അല്ലേ? നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചതാണ് എന്ത്? അറിവില്ലായ്മ ഉണ്ട്, അത് വാസ്തവം ആകുന്നു. On the basis that no one has imagined it. ഇതാരും ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ അജ്ഞാനം ഉള്ളതാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ? We deny the very existence. ഇനിയത്തെ ചർച്ച എന്താണ്? ഈവൻ അറിവില്ലായ്മയുടെ നിലനിൽപ്പിനെ പോലും നിരാകരിക്കാൻ പോവുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. The following verse shows that no ignorance can ever touch the Atman. ഒരു അജ്ഞാനത്തിനും ആത്മാവിനെ ലവലേശം സ്പർശിക്കാൻ, മലീമസമാക്കാൻ സാധ്യമാവുന്നില്ല എന്നുള്ള വസ്തുത അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അതുകൊണ്ട് അറിവില്ലായ്മ ഉള്ളതാണ് എന്ന ധാരണ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അറിവിന് അറിവില്ലായ്മയെ നീക്കാൻ പറ്റും എന്ന് ബോധിക്കണം. അപ്പം ആരാ ഇമാജിൻ ചെയ്തത്? അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ? ന പ്രകാശോഹമിത്യുക്തിഃ യത് പ്രകാശൈകബന്ധനാ സ്വപ്രകാശം തമാത്മാനം അപ്രകാശ കഥം സ്പൃശേത്. ന പ്രകാശോഹമിത്യുക്തിഃ യത് പ്രകാശൈകബന്ധനാ സ്വപ്രകാശം തമാത്മാനം അപ്രകാശ കഥം സ്പൃശേത്. അഹം ന പ്രകാശേ ഭാമി ഇതി വചനം. അപ്പോൾ പറയുന്നത് എന്താണ്? അപ്രകാശ, ന പ്രകാശ, ഞാൻ പ്രകാശിക്കുന്നില്ല, എനിക്കറിയില്ല അല്ലേ? ന പ്രകാശോഹം, എനിക്കറിയില്ല, ഞാൻ പ്രകാശിക്കുന്നില്ല. ഇതി ഉക്തി, ഈ വചനം. യത് പ്രകാശൈകബന്ധനാത്, യത് പ്രകാശൈകബന്ധന, യാതൊരു പ്രകാശം കൊണ്ടാണ് അറിയണത്. മനസ്സിലാവണില്ലേ? എനിക്ക് ആത്മാവിനെ അറിയുന്നില്ല എന്നതുപോലും ഏതൊരു പ്രകാശം കൊണ്ടാണ് അറിയുന്നത് സാർ? എനിക്കറിയാമെന്നും അറിയില്ലെന്നും അറിയുന്നില്ലേ?
അപ്പം അവിടെ നോളജ് ഉണ്ട്. യത് പ്രകാശൈക ബന്ധന, ആ ആത്മാവിനെ അപ്രകാശ അജ്ഞാനം കഥം സ്പൃശേത് തം സ്വമാത്മാനം സ്വയമേവ ഭാസമാനം ആത്മാനം സ്വയമേവ പ്രകാശിക്കുന്ന ആ ആത്മാവിനെ അപ്രകാശ അജ്ഞാനം കഥം സ്പൃശേത്, എങ്ങനെ സ്പർശിക്കും എന്ന് ചോദിക്കുക. തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ല, സൂര്യനിൽ ഇരുട്ടില്ല. ന കഥംചിത് ഇത്യർത്ഥഃ, ഒരിക്കലുമില്ല. ആത്മാ സർവദാ സ്വയം ഭാസമാന സർവം ഭാസയതി സ കഥം അജ്ഞാനേന പ്രകാശവിരോധിന സ്പൃശേത. ആത്മാ സ്വയം പ്രകാശിക്കുന്നു, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. ആ ആത്മാവിനെ എങ്ങനെ അറിവില്ലായ്മ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാധിക്കില്ല. അജ്ഞാനം കൊണ്ട് എപ്പോഴെങ്കിലും അത് ആവരണം ചെയ്യപ്പെടില്ല എന്നർത്ഥം. ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ന പ്രകാശോഹം ഇത്തി ഉക്തി, എനിക്ക് അറിയില്ല അഥവാ ഞാൻ പ്രകാശിക്കുന്നില്ല എന്ന വചനം യത് പ്രകാശൈക ബന്ധന, ഏതൊരു ജ്ഞാനം കൊണ്ടാണ്, ഏതൊരു അറിവ് കൊണ്ടാണ്, ഏതൊരു പ്രകാശം കൊണ്ടാണെന്ന് അന്വേഷിക്കൂ. എനിക്കൊന്നും അറിയില്ല എന്നും ഞാൻ അറിയുന്നുണ്ട്. സ്വപ്രകാശം തം ആത്മാനം, അപ്പം അതിന് അൾട്ടിമേറ്റ്ലി എന്തുണ്ട്? പ്രകാശമുണ്ട്. ആ ആത്മാവിനെ, പ്രകാശരൂപിയായ ആത്മാവിനെ അപ്രകാശ അജ്ഞാനം കഥം സ്പൃശേത്, എങ്ങനെ സ്പർശിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരിക്കലും അതിനെ സ്പർശിക്കുന്നില്ല. നഹി സ്വസ്തര കിരണാവലി ദിനകരഃ തമസാ സ്പൃശ്യമാനഃ ദൃശ്യതേ. സൂര്യനെ ഒരിക്കലും ഇരുള് ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല, കാരണം അത് പ്രകാശരൂപിയാണ്. തത് കസ്യ ഹേതോഃ പ്രകാശ അപ്രകാശയോഃ വിരോധാത്. ഇരുട്ടും പ്രകാശവും തമ്മിൽ വലിയ വിരോധമുണ്ട്, അതുകൊണ്ട് ഇതൊരിക്കലും ചേരില്ല. ദിസ് ഇസ് ക്ലിയർ? അപ്പോൾ പിന്നെ എന്താണ് ഈ അജ്ഞാനം? അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒന്ന് മാത്രമാണ്. വേദാന്തികൾ പറയാറുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കഥയുണ്ട്. ഒരു വലിയ ആനക്കമ്പക്കാരനുണ്ടായിരുന്നു. ആനക്കമ്പക്കാരൻ, കമ്പക്കയറല്ല കേട്ടോ, ആനയുടെ കാര്യത്തിൽ വലിയ കമ്പുള്ള ആൾ. അപ്പോൾ ആനയെ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങൾക്ക് വലിയ സ്വത്തും പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവൻ ആനയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇങ്ങേര് 17 ആനയെ സ്വന്താക്കി. അപ്പോൾ ഇതാ ഇങ്ങേരുടെ വലിയ സ്വത്ത്. പക്ഷേ ജനിച്ചാലും മരിച്ചാലും 12,000 ആണല്ലോ അല്ലേ ആനയെ കൊണ്ട് പണ്ട് പറയുക. ആന ജീവിച്ചാലും ആന ഇരുന്നാലും എരന്നാലും ചെരിഞ്ഞാലും ആന ഇരുന്നാലും ചെരിഞ്ഞാലും 12,000. പണ്ടത്തെ കാലത്താട്ടോ. ഇപ്പം നമ്മൾ എപ്പോഴും കാശ് പറയുമ്പോൾ പറയില്ലേ പണ്ടത്തെ 10,000 അല്ല 12,000 കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 ലക്ഷമൊക്കെ ആവും ഇല്ലേ? സ്വാമി കണക്കിലൊക്കെ മോശമാണ്, അല്ലെങ്കിൽ പിന്നെ സ്വാമിയാവുമോ? അപ്പം നിങ്ങൾ സൗകര്യമായിട്ട് കണക്കൊക്കെ കൂട്ടി കണ്ടുപിടിച്ചോളൂ. ഇന്ന് അത് കണക്ക് കൂട്ടിക്കോളൂ. ഇവിടെ നിന്ന് പോയിട്ട് വെറുതെ കൊണ്ടാൻ വേണ്ടി ആലോചിച്ച് തല ഉണ്ടാക്കാതെ ഇത് കണക്ക് കൂട്ടിക്കോളൂ, ഒരപകടം പറ്റില്ല. ആട്ടെ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾ മരിക്കാറായപ്പോൾ വിൽപ്പത്രം എഴുതി വയ്ക്കുമല്ലോ. എഴുതി വെച്ചത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. മക്കൾക്കാണ് ഈ ആനയൊക്കെ. അപ്പോൾ ഒന്നാമൻ എത്ര ആനയെ കൊണ്ടുപോകണം? ആകെ ഉള്ളതിൻ്റെ 1/2 ആനയെ ഒന്നാമന് ഞാൻ അനുവദിച്ചിരിക്കുന്നു. എത്ര ആന ആകെ? 17 ആന. അതിൽ 1/2 ഒന്നാമന് അല്ലേ? അപ്പോൾ 8 ഒരാനയെ മുറിക്കേണ്ടി വരും. രണ്ടാമന് ആകെയുള്ള ആനയിൽ 1/3 എടുത്തോട്ടെ.
മൂന്നാമനോ? മൂന്നാമൻ ആകെയുള്ള ആനയിൽ 9/1 എടുത്തോട്ടെ. അപ്പോൾ അവരുടെ ഒരു പിന്നെ സ്വത്ത് വിവരമൊക്കെ കണക്കാക്കിയിട്ട് ആണ് വിഭജിച്ചതേ. ചില മക്കൾ പിന്നെ ആൾ വളരെ മിടുക്കൻ കേട്ടോ, സ്വന്തമായിട്ട് പഠിച്ച് നല്ല ബിസിനസ്സൊക്കെ ചെയ്തു, ഇപ്പോൾ നല്ല സ്ഥിതിയിലാണ്. അപ്പോൾ അവന് അധികം ആന വേണ്ട, 9/1 എടുത്തോട്ടെ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വിൽപ്പത്രം എഴുതി വെച്ചത്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് വിഭജിക്കണം. അപ്പം ഈ 17 ആനയും വെച്ചിട്ട് എന്താ ചെയ്യാന്ന് ഇവരിങ്ങനെ വിഷമിച്ച് നിന്നു എന്നാ. ഓക്കെ. ആ സമയത്ത് ഈ ആനക്കമ്പക്കാരനൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും 18 ആന ഉണ്ടായിരുന്നു. അതിൽ ഒരാനയെ ഈ ഫ്രണ്ടിന് കൊടുത്തിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ബാക്കി 17 ആനയെ വിഭജിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. എനിക്ക് നിങ്ങളുടെ അച്ഛൻ വെച്ചാൽ വലിയ ജീവനായിരുന്നു, വളരെ ജീവനായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ സഹായിക്കാം. ഞാൻ എൻ്റെ ആനയും കൂടി ഇതിലിടാം. അപ്പോൾ എത്ര ആനയായി? 18 ആന. അപ്പോൾ ഇദ്ദേഹം ആന പുറത്തു വന്നിട്ട് ഇതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട്, ഈ വിഭജനത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ആനപ്പുറത്ത് തന്നെ ഇരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം അത്ര ആനയുണ്ട്? ആകെ 18. ഒന്നാമൻ ഇവിടെ വരിക വന്നു. നിനക്ക് എത്രയാ പറഞ്ഞു വെച്ചിരിക്കുന്നത് വിൽപ്പത്രം? എവിടെ? അത് എടുത്ത് നോക്ക്. കാണുന്നില്ല എന്ന്. കണ്ണടയൊക്കെ വെച്ച് നോക്കാൻ പറഞ്ഞു. കണ്ണടയൊക്കെ വെച്ച് നോക്കി. എത്രയാ പറഞ്ഞിരിക്കണം? ഒന്നാമന് 2/1. അപ്പം എത്രയാ? 9 ആന അല്ലേ? 18 ആന ഉള്ളതുകൊണ്ട് 9 ആന. അപ്പം നിങ്ങളുടെ ആനയെ തന്നു. ശരി. ഈ 9 ആനയെ കിട്ടിയ ആൾ വേഗം എടുത്തുകൊണ്ട് പോയി. കാരണം എന്താ? ഒന്ന് ഡിസ്പ്യൂട്ടുള്ളതാണ് അല്ലേ? പിന്നെ വലിയ പ്രശ്നമാവും അവസാനം. അതുകൊണ്ട് അങ്ങേര് വേഗം കിട്ടിയ ആനയും കൊണ്ട് പോയി എന്ന് പറയാം. 9 ആനയും കൊണ്ട് ആൾ പോയി. ബാക്കി എത്ര ആനയുണ്ട്? 9 ആനയുണ്ട്. രണ്ടാമത്തെ അവന് എത്ര കൊടുക്കണം? 3/1 കൊടുക്കണം അല്ലേ? 3/1 അല്ലേ? രണ്ടാമത്തവന് 3/1 കൊടുക്കണം. അപ്പോൾ ആകെ ആന എത്രയാ? 18. 18ൻ്റെ 3/1 6. സ്മാർട്ടാണല്ലോ. അപ്പോൾ ഈ 6 ആനയെ രണ്ടാമന് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടു. ഉടനെ അവൻ 6 ആനയും കൊണ്ട് വേഗം സ്ഥലം കാലിയാക്കി എന്ന് പറയാം. ഇനിയിപ്പോൾ മൂന്നാമന് എത്ര ആനയെ കൊടുക്കണം? ആകെ ഉള്ളതിൻ്റെ 9/1. 9/1 എത്രയാ? 2 ആന അല്ലേ? ആ 2 ആനയെ അയാൾക്കും കൊടുത്തു. ഇപ്പം കൊണ്ടുപോയ ആന എത്രയാ? ആദ്യത്തവൻ 9 എണ്ണം കൊണ്ടുപോയി, 9ഉം പ്ലസ് രണ്ടാമത്തവൻ 6 കൊണ്ടുപോയി, 9ഉം 6ഉം 15. മൂന്നാമത്തവൻ 2 ആനയെ കൊണ്ടുപോയി ഇല്ലേ? 15ഉം 2ഉം 17. ഇങ്ങേര് താഴെ ഇറങ്ങി പോലും ഇല്ല, ആ ആനയും കൊണ്ട് അയാൾ തിരിച്ചു പോയി. മനസ്സിലായില്ലേ? സോ എവറിത്തിങ് സെറ്റിൽഡ് അല്ലേ? പറഞ്ഞ പോലെ സെറ്റിൽ ചെയ്തു. ഇതേപോലെയാണ് സാറേ ഈ അജ്ഞാനത്തെ കൊണ്ടുവന്നത്. അതുമ്മ കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അതുള്ളതല്ല. പക്ഷേ ഇതൊക്കെ കണ്ടു, ഇതെന്ത്, എങ്ങനെ എന്നൊക്കെ ചോദ്യം വന്നു. ഡ്യൂ ടു ഇഗ്നോറൻസ്. ഹൂ ഇമാജിൻഡ്? ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. മനസ്സിലാവുന്നുണ്ടേ? അതാണ് തിരിച്ചു കൊണ്ടുപോയി. നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കില്ലേ? അത് കഴിഞ്ഞാലോ നിങ്ങൾ കൈയെടുത്തു, പക്ഷെ നിങ്ങൾ നീന്തും. ഓക്കെ. ഇതേപോലെ ഇഗ്നോറൻസ് ശരിക്കും ഉള്ളതല്ല. കാരണം ആർക്കാ ഇഗ്നോറൻസ് ഉണ്ടാവുക? ലോകത്തിന് ഇഗ്നോറൻസ് ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. ആത്മാവിനാണെങ്കിൽ ഇഗ്നോറൻസ് ഒരിക്കലും ബാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ടു എക്സ്പ്ലെയിൻ അല്ലേ, ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ, ഇത് ലോക പ്രതിഭാസത്തെ വിശദീകരിക്കാൻ വേണ്ടി അജ്ഞാനത്തിൻ്റെ സഹായം തേടി എന്നേ ഉള്ളൂ. ഈ 18ാമത്തെ ആനയുടെ സഹായം തേടി മര്യാദയ്ക്ക് വിഭജിച്ചു, അങ്ങനെ ആനയും കൊണ്ടുപോയി. ഓക്കെ. ഇല്ലെങ്കിൽ ആനയെ മുറിച്ച് കഷ്ടപ്പെടുത്തിയേനെ അല്ലേ? അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. 18 ആനയായപ്പോൾ വിഭജനം കൃത്യമായിട്ട് നടന്നു എന്നർത്ഥം. എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ തോന്നേണ്ടത് തോന്നി, അവർ വേഗം സ്ഥലം കാലിയാക്കി എന്നർത്ഥം. എന്താ ഒരു ദീർഘശ്വാസം വിടലൊക്കെ? ഇഫ് ആത്മൻ ഈസ് ഓഫ് ദി നേച്ചർ ഓഫ് നോളജ്, ഹൗ ക്യാൻ ദർ ബി ദി ഫീലിംഗ് ഓഫ് ഇഗ്നോറൻസ്?
പക്ഷെ എന്നാലും ശരി, അറിവില്ലായ്മ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആത്മാ നിത്യജ്ഞാന സ്വരൂപിയാണെങ്കിൽ എങ്ങനെ ഇത് വന്നു? It is said that even though the sun is all light, but for the owls there is darkness all around, all through the daytime. Really there is no ignorance, but സൂര്യൻ എപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? പക്ഷെ മൂങ്ങകളെ സംബന്ധിച്ചിടത്തോളം പകലൊക്കെ ഇരുട്ടാണ്. ഇതേപോലെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. പക്ഷേ തഥാപ്യാഭാതി കോപ്യേഷ വിചാരാഭാവജീവനഃ അവശ്യായാശ്ചിതാകാശേ വിചാരാർക്കോദയാവിധിഃ. തഥാപ്യാഭാതി കോപ്യേഷ വിചാരാഭാവജീവനഃ അവശ്യായാശ്ചിതാകാശേ വിചാരാർക്കോദയാവധിഃ. യദ്യപി വസ്തുതഃ ആത്മനി അജ്ഞാനം ന സംഭവതി തഥാ അപി ഏഷ അപ്രകാശഃ. വാസ്തവത്തിൽ ആത്മാവിൽ അജ്ഞാനമില്ലെങ്കിലും തഥാ അപി ആഭാതി, എന്നാലും അജ്ഞാനം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? കോപ്യേഷ. ഇത് ആരുടെയാ? എവിടുന്ന? എന്താ ഇത് സ്ഥിതി? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം തിങ്കിങ് അബൌട്ട് ദി ഇഗ്നറൻസ്. ഈ അറിവില്ലായ്മയെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയാതിരിക്കൂ. സപ്പോസ് നിങ്ങളൊരു പൊട്ട കിണറ്റിൽ വീണു എന്ന് വിചാരിക്കുക. റിയലൈസ് ചെയ്തു എന്ത് പൊട്ട കിണറ്റിൽ വീണു അല്ലേ? ഇന്നലെ ഒരു കാറ് ചാടി പക്ഷെ വീണില്ല അല്ലേ? അതോ വീണു പോയി എന്ന് വിചാരിക്കുക. ഈ കിണർ ആരായിരിക്കണം കുഴിച്ചിട്ടുണ്ടാവുക? എത്ര കാലമായി ഇത് പൊട്ടയായിട്ട് കിടക്കണു എന്നൊക്കെ ഇരുന്ന് ആരെങ്കിലും ആലോചിക്കുകയോ അന്വേഷിക്കുകയോ? മനസ്സിലാവുണ്ടോ? ഇതേപോലെയല്ലേ ഈ അജ്ഞാനം? ആരെ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതാണ്? എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുമോ? എത്രയും വേഗം നമ്മൾ എന്താ ചെയ്യുക? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കും. ശരിയല്ലേ? തഥാപ്യാഭാതി കോപ്യേഷ. എന്നാലും ഉണ്ട് എവിടെയോ ഒരു അജ്ഞാനം. ആർക്കോ? ലെറ്റ് ഇറ്റ് ബി ദേർ, കം ഔട്ട് ഓഫ് ഇറ്റ്സ്. ശരിയല്ലേ? എത്രയും വേഗം അതിൽ നിന്ന് പുറത്തു കിടക്കൂ. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്ത്? ഏഷ വിചാരാഭാവ ജീവനഃ. വിചാരത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് ഇത് ജീവിക്കുന്നത്. ശ്രവണ മനന രൂപയോ വേദാന്ത പ്രമാണ തത് പ്രമേയ ബ്രഹ്മ വിഷയോ വിചാരയോഹോ അഭാവഃ ഏവ ജീവനം അവസ്ഥിതി ഹേതു യസ്യ അപ്രകാശസ്യ. ഈ അജ്ഞാനത്തിൻ്റെ ജീവനഹേതു, ഇത് നിലനിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുക. എന്താ കാരണം? ശ്രവണ മനന നിരിധ്യാസനാദി. മനസ്സിലായില്ലേ? വേദാന്ത വാക്യങ്ങൾ ആചാര്യൻ നിന്ന് ശ്രവിക്കുക, അത് കേട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അത്ര വരെ ഇത് നിലനിൽക്കുകയും ഉള്ളൂ. ഉദാഹരണമായിട്ട് അവശ്യായാശ്ചിതാകാശേ വിചാരാർക്കോദയാവധി. വ്യാവഹാരിക ലോകത്തിൽ പലപ്പോഴും മൂടൽമഞ്ഞുണ്ടാവുമല്ലോ അല്ലേ? ഈ മൂടൽമഞ്ഞ്, കട്ടി പിടിച്ചിട്ടുള്ള മൂടൽമഞ്ഞ് ചിലപ്പോൾ ജപ്പാനിലൊക്കെ എത്രയോ കാറുകളെയൊക്കെ ആക്സിഡൻറ്റിൽ പെടുത്തിയിട്ടുണ്ട് അത്രേ. മൂടൽമഞ്ഞ് കൊണ്ട് കാണാതെ. അപ്പോൾ അവിടെയൊക്കെ കാറുകൾ ഒരു നിയത്ത സ്പീഡിൽ ഓടിക്കണമെന്നാണല്ലോ. അങ്ങനെ ഓടിച്ച് മുന്നിൽ കാണാതെ ഒരു കാർ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോഴേക്ക് ബാക്കി എല്ലാ കാറും വന്ന് അടിച്ചു എന്നാണ്. അപ്പം മൂടൽമഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. പക്ഷേ എത്ര വരെയാണ് ഉണ്ടാവുക? സൂര്യോദയം വരെ അല്ലേ? ഇതേപോലെ നമ്മുടെ അന്ധക്കരണത്തിൽ ഇങ്ങനെയൊരു മൂടൽമഞ്ഞ്, അറിവില്ലായ്മയുടെ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതെത്ര വരെയാണ്? വിചാരാർക്കോദയാവധി. വിചാരസൂര്യൻ്റെ ഉദയം വരെ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി ഉത്സാഹിക്കൂ. അല്ലാതെ ഈ അജ്ഞാനം എന്നാ തുടങ്ങിയത്, ആർക്ക് തുടങ്ങി, എന്തിനു തുടങ്ങി എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് വെറുതെ സമയം കളയോ? പൊട്ടക്കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ് ഉചിതം. വെറുതെ സമയം കളയാതെ ആലോചിക്കൂ എന്ന് പറയും. അപ്പം തഥാപ്യാഭാതി കോപ്യേഷ വിചാരാഭാവ ജീവനഃ അവശ്യായ സ്ഥിതാകാശേ. അവശ്യായ എന്ന് പറഞ്ഞാൽ
മഞ്ഞ്, മൂടൽ മഞ്ഞ്, ചിതാകാശേ, ഈ ചിത്താകാശത്തിൽ അജ്ഞാനത്തിൻ്റെതാകുന്ന മൂടൽമഞ്ഞ്, ചിതാകാശത്തിൽ അജ്ഞാനമാകുന്ന മൂടൽമഞ്ഞ് ഏതുവരെയാണ്? വിചാരാർക്കൻ്റെ, വിചാരസൂര്യൻ്റെ ഉദയാവധി, ഉദയം വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ. പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. എന്താ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? ഇഫ് എവറിത്തിങ് ഈസ് അൺറിയൽ ദെൻ വാട്ട് ഈസ് ദി സ്റ്റാറ്റസ് ഓഫ് ദി വേദാസ്? അല്ലേ? ഇപ്പം എന്താ പറഞ്ഞു വന്നത്? എല്ലാം അൺറിയലാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ഇഷ്ടമായി പോയി കേട്ടോ. എന്താ ഇഷ്ടമായത്? ഈ ഇഗ്നറൻസിൻ്റെ വേരും നാളും പേരും ജാതകവും ഒന്നും നോക്കി വെറുതെ സമയം കളയണ്ട, എത്രയും വേഗം അതിന് പുറത്ത് കിടക്കണം. കാരണം എന്താണ്? ഈ അജ്ഞാനം ഉള്ളപ്പോഴും അതിനെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വർത്തിക്കുന്നുണ്ട്, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്നൊക്കെ മനസ്സിലായി. മാത്രമല്ല വ്യാവഹാരികതയിൽ എനിക്ക് കുറേയൊക്കെ ബോധ്യമായിട്ടുണ്ട്. എന്ത്? പലതും വളരെ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ശരി, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതൊന്നും വാലിഡ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതാ ഞാൻ പിന്നെ വേദാന്ത ക്ലാസ്സിലൊക്കെ വരാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി. എന്ത്? അതിന്നും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? വ്യക്തമാവുന്നുണ്ടോ? അതായത് വ്യാവഹാരികതയിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും പിന്നീട് മാറി നിന്ന് നോക്കുമ്പോൾ അത്രയൊന്നും വാലിഡായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു ഭ്രമം മാത്രമാണെന്ന് മനസ്സിലാവാറുണ്ട് അല്ലേ? അതിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിക്കാനാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദാന്ത ക്ലാസ്. അതുകൊണ്ട് സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞത് വളരെ ടച്ചിങ് ആയിട്ടുണ്ട്. അജ്ഞാനത്തിൻ്റെ വേരും നാളും പേരും ജാതകമൊന്നും നോക്കി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എത്രയും വേഗം അതിൽ നിന്ന് പുറത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായി. പക്ഷേ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ റിയലോ അൺറിയലോ? If everything is unreal, then what is the status of Vedas? The scriptures, they point out different words and methods of attaining them. ഇപ്പോൾ ശാസ്ത്രങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ട്? തത്വബോധം നേടാനുള്ള വാക്കുകളും ശൈലികളും അല്ലേ, സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതൊക്കെ റിയലാണോ? They also point out that we are in bondage, we must seek and gain knowledge to liberate ourselves. വേദങ്ങൾ എന്താ പറയുന്നത്? നമ്മളൊക്കെ ബന്ധനത്തിലാണ്. അതുകൊണ്ട് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി സർവാത്മന പരിശ്രമിക്കേണ്ടതാകുന്നു എന്നൊക്കെ വേദങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? We must seek and gain knowledge to liberate ourselves. If Vedas are unreal, then they will lose their authority as a means of knowledge. അപ്പോൾ വേദങ്ങൾ വാലിഡ് അല്ലെങ്കിൽ, അതും അൺറിയൽ ആണെങ്കിൽ പിന്നെ അവയ്ക്ക് അതോറിറ്റി ഇല്ല, ആധികാരികതയില്ല, അതിനെ അറിവിനുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. ശരിയല്ലേ? മനസ്സിലാവുണ്ടോ ചോദ്യം? വേദാന്തി മറുപടി പറയുന്നു. വൺ തിങ് ഐ മസ്റ്റ് കൺഫസ്, മിടുക്കനാണ് കേട്ടോ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നത് മിടുക്കത്തരാണ്. വെരി ഗുഡ്, ഇരിക്കൂ, നല്ല ചോദ്യം കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ സമാധാനമാവുകയെ. അങ്ങനെയാണ് പറയേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമ്മൾ റെസ്റ്റ്ലെസ് ആവരുത് എന്ന് പറയുക. മിടുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥനായി, പിന്നെ പറയുന്നത് പെട്ടെന്ന് ബോധ്യം ആട്ടെ. When do the Vedas lose their validity? ചോദ്യം മനസ്സിലായില്ലേ? എപ്പോഴാണ് വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ശാസ്ത്രഗ്രന്ഥങ്ങൾക്കും ഗുരുക്കന്മാർക്കൊക്കെ വാലിഡിറ്റി നഷ്ടപ്പെടുക? ബിഫോർ ഓർ ആഫ്റ്റർ ഗെയിനിങ് നോളജ്? ബിഫോർ നോളജ് ഓർ ആഫ്റ്റർ ഗെയിനിങ് നോളജ്? എപ്പോഴാണ് നഷ്ടപ്പെടുക? ആഫ്റ്റർ ഗെയിനിങ് നോളജ് ഓൺലി, റൈറ്റ്? If after gaining knowledge the Vedas become meaningless, then it is a desirable thing. ശരിയല്ലേ? അറിവിന് ശേഷമാണ് ഇവയുടെ വാലിഡിറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈറബിൾ. അത് തീർച്ചയായിട്ടും അഭികാമ്യമാണ്. വേദാദികൾക്ക് ഉപനിഷദാദികൾക്ക് വാലിഡിറ്റി നഷ്ടപ്പെടുന്നത് അറിവ് വന്നതിന് ശേഷമാണെങ്കിൽ അത് അഭികാമ്യമാണ്. ആശയം മനസ്സിലായില്ലേ? But before gaining knowledge, they act as a valid means of knowledge. To satiate dream hunger, we must eat dream food, even though when we wake up, the whole dream becomes unreal. സ്വപ്നത്തിൽ നമുക്ക് വിശപ്പ് വന്നാൽ, വിശപ്പ് മാറ്റണമെങ്കിൽ ഏത് ഭക്ഷണം വേണം? സ്വപ്നത്തിലെ ഭക്ഷണം വേണം.
ഇതേപോലെ തീർച്ചയായിട്ടും ഉണരാൻ വേണ്ടി ഈ അറിവ് ആ സമയത്ത് സഹായിക്കും. ഈവൻ ദോ അല്ലേ, അതിന് വാസ്തവത്തിൽ വാലിഡിറ്റി ഒന്നും ഇല്ലെങ്കിലും ശരിയല്ലേ? ഇപ്പോൾ ഉറക്കത്തിലൊരു സിംഹത്തെയൊക്കെ സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ നേരെ അങ്ങോട്ട് ചാടി പേടിച്ച് കണ്ണുറന്നു. അപ്പോൾ എന്താ കണ്ണുറന്ന് രക്ഷപ്പെടാൻ കാരണം? സിംഹം ചാടിയതാണ്. പക്ഷെ ആ സിംഹവും സ്വപ്നമാണെന്നർത്ഥം. സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ കാരണമായത് അതാണെങ്കിലും അത് തന്നെയാണ്, അതും സ്വപ്നം തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? ഇതേപോലെയാണ് ഗുരുക്കന്മാരും വേദങ്ങളും ഒക്കെ നമ്മെ സഹായിക്കുന്നത്. ഈവൻ ദോ ദേ ആർ അൺറിയൽ, ദാറ്റ് സർട്ടൻ എക്സ്റ്റെൻഡ് അല്ലേ, ഒരു പരിധി വരെ നമ്മെ ഉണരാൻ സഹായിക്കുന്നു. ദിസ് ഇസ് ക്ലിയർ? അപ്പോൾ ഇത് അൺറിയലാണെന്ന് പറഞ്ഞു നടക്കുന്നത് വലിയ കേമത്താണെന്നൊന്നും വിചാരിക്കേണ്ട. Relatively, this is real. In order to wake up,